എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു, ദൈവം സഹായിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടതിലേ അവരാദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. കമൻറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കങ്ങോട്ട് ഇല്ല. സ്ഥിരം കമൻറ്റ് ഇടുന്നതോടെ നമുക്ക് മൈൻഡ് ഇരിക്കുമല്ലേ. എന്തോ മുരിങ്ങയ്ക്കയുടെ കാര്യം. ഞാൻ നേരത്തെ മുരിങ്ങയ്ക്ക് ഇത്ര നീളത്തിലാണ് അരിഞ്ഞിടുന്നത്. കാരണം പ്രൈസമോന് മുരിങ്ങയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പിടിച്ചൊന്ന് ഇങ്ങനെ ഈമ്പി തിന്നാനായിട്ട് ഇങ്ങനെ സാധാരണ സാമ്പാറിലൊക്കെ മുരിങ്ങയ്ക്ക ഇത്ര ഇഞ്ച് കഷ്ണത്തിലിടുന്നത്, അത് നമുക്ക് അത് തിന്നാൻ പറ്റും. അപ്പോൾ അപ്പനും അപ്പച്ചനും ഇത് ഭയങ്കര ഇഷ്ടമായി. ഞാനും കഴിക്കും, പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനതിങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ഈമ്പി തിന്നണ്ടിയിട്ട് ഞാനത് ഇത്തിരി ലെങ്ത് കൂടുതലായിട്ട് ഇട്ടേയാം. ഒരാൾ പറഞ്ഞ് മുരിങ്ങയ്ക്കയുടെ നീളം കുറഞ്ഞു പോയല്ലോ വിജി, ഒരാൾ പറഞ്ഞ് മുരിങ്ങവരം ഒടിഞ്ഞു വീണോന്ന്. ഞാനത് നേരത്തെ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചത്, നേരത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചത് ഇപ്പോഴായിരിക്കാം. കിട്ടുന്ന സമയത്തെ ഞാൻ ഇടാറുള്ളൂ. അന്ന് കഴിച്ചാൽ ഇച്ചിരി വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം ഞാൻ പറയുകയും ചെയ്ത് 10 രൂപയ്ക്ക് 3 എണ്ണം അങ്ങാണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ പറയുകയും ചെയ്ത് എന്നാൽ ഉണ്ടായിരുന്നെങ്കിൽ പിഞ്ചല്ലാത്ത ഇത്തിരി വിളഞ്ഞിച്ച് കട്ടിയുള്ളത് കൊണ്ടുവന്നാൽ അതിൻ്റെ കാമ്പെടുത്തിട്ട് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് തോരൻ വയ്ക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റ് അതിന്. അപ്പം ഉള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഈ 3 എണ്ണേ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ അതത്രയും അത് ഇച്ചിരി നരന്ത് പോലുള്ളതായിരുന്നു. അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ രണ്ടായിട്ട് കീറിയില്ല, അത് ഇങ്ങനെ കീറി എൻഡ് കീറാതെ അങ്ങനെ അങ്ങിട്ടിരുന്നു. അന്നേരം അതിൻ്റെ അകത്ത് മസാല കയറുമല്ലേ. ഇങ്ങനെ നമ്മൾ കീറി ഇടുവാണെങ്കിൽ ഇല്ലത് ചിലത് അങ്ങ് നരന്ത് പോലുള്ളതായിരുന്നു. അതുകൊണ്ടങ്ങ് കീറിയിട്ട് മൊത്തത്തിൽ കീറാതെ ഇച്ചിരി എൻഡിൽ ഇത്തിരി വെച്ചിരുന്നു. അത് കേട്ടോടെ എനിക്ക് ഞാൻ ഇന്ന് ഇൻ്റർവ്യൂവിൽ വരത്തില്ലായിരുന്നു. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നേ. ഒരാൾക്ക് മെസ്സേജ് ഇട്ട് എനിക്ക് സമയമില്ലാതുകൊണ്ട് വേറൊക്കെ സ്മൈൽ കൊടുത്തതേ ഉള്ളൂ. പിന്നെ മായ ചോദിച്ചു ഇന്നലെ എവിടെ ആയിരുന്നു ചേച്ചി. ഞാൻ മായ വാട്സപ്പിൽ വന്ന് ചോദിച്ചായിരുന്നു. ഞാൻ റിപ്ലൈ കൊടുത്ത് അച്ചാറ് പരിപാടിയായിരുന്നെന്ന്. എന്നിട്ട് ഞാൻ ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ മെസ്സേജ് ഇട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മളെന്തെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അത് നമ്മളിങ്ങനെ വീട്ടിൽ നമുക്ക് എന്താണ് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുക. നമ്മൾ എന്ത് ചെയ്താൽ നമുക്കതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും, ചിലർക്ക് തയ്യലറിയാവുന്നവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നമ്മൾ ഈ കാലത്ത് നമുക്ക് വീട്ടിലെ ഒരാളുടെ അതല്ലെങ്കിൽ അതനുസരിച്ച് സാലറി ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഒരാളുടെ പേയ്മെൻറ്റ് കൊണ്ട് നമുക്ക് വീട് മുന്നോട്ട് കൊണ്ടുപോകും. അതുമല്ല, നമുക്കൊരു ടൈം പാസ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ജോലിയിൽ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് എൻഗേജ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഒന്ന് ചിന്തിക്കാനും, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നിരുന്ന് അത് എൻ്റെ സ്വഭാവം കേട്ടോ. ഇച്ചിരി കിട്ടിയാൽ മതി, അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇച്ചിരി എൻഗേജ് ആകുമല്ലേ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഓർഡറോ വല്ലതും വന്നാൽ എനിക്ക് എത്ര അസുഖമായിട്ട് കുത്തിയിരിക്കും അതിലും ചാടി. റേച്ചാൻ പറയും എന്തെങ്കിലും ചോദിക്കും, നിൻ്റെ അസുഖം എവിടെ പോയി? ഞാൻ പറഞ്ഞ ഓർഡറല്ലേ, അപ്പോൾ എൻ്റെ അസുഖമൊന്നും ഇല്ലെന്ന് പറയും. അതുപോലെ ആർക്കെങ്കിലും ബീഫ് അച്ചാറ്, മാങ്ങ അച്ചാറ്, ലെമൺ ആൻഡ് ഡേറ്റ്സ്, ചിക്കൻ ഇത്രയും സ്റ്റോക്കുണ്ട്. ഒത്തിരി അങ്ങ് ഞാൻ ഇടാറില്ല. ചിക്കനൊക്കെ കുറച്ചേ ഇടത്തുള്ളൂ ആരെങ്കിലും ഓർഡർ പറയുന്നത്. പിന്നെ ഒരു കിലോ ഇവിടെ അങ്ങനെ എക്സ്ട്രാ ഇടും, അതേ ഉള്ളൂ. ഇത്രയും ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നമ്പർ കമൻറ്റിൽ ഇട്ടേക്കാം. അതിൽ വാട്സപ്പ് കോൾ ചെയ്ത് മെസ്സേജ് ഇട്ടാൽ മതിയേ. ഓക്കെ. സ്പ്രൗട്ട് ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അപ്പം വെച്ച് ബീഫ് കറി വയ്ക്കാം. അപ്പോൾ തേങ്ങ തേങ്ങ 2 ദിവസമായി പൊട്ടിച്ചൊണ്ണേ അതിങ്ങനെ കഴന്നു പോയി. അപ്പം ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. അതൊന്ന് സോഫ്റ്റ് ആവാൻ വെള്ളത്തിൽ ഇട്ടേക്കുക. അപ്പോൾ സ്പ്രൗട്ടിനുള്ള പച്ചമുളക്, സവാള, ടൊമാറ്റോ, അപ്പം വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇന്നലെ ഇച്ചിരി പൊളിച്ച് വെച്ചായിരുന്നു, അതുകൊണ്ട് എളുപ്പമാണ്. പിന്നെ ഇന്നലെ ഷീല പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ ഇല്ലേ സ്കിപ്പ് ചെയ്ത് പോകുന്ന കാര്യം പറഞ്ഞോണ്ടേ ഞാനത് ഇൻ്റർവ്യൂ പറയാൻ വിട്ടുപോയി. പുള്ളിക്കാരി കാണുന്നത് 2-3 ചാനലുകൾ കാണും. അതിലൊന്ന് എൻ്റെയാണ്. കാരണം വച്ചുകെട്ടില്ലാത്ത തനതായ
വീഡിയോ കാണിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ താഴെ മായയും കമ്മിനിട്ട് ശരിയാ വീഡിയോയ്ക്ക് വേണ്ടി ഒരു പാത്രമോ അങ്ങനെ ഒന്നും കാണിച്ച് ഇത് ചെയ്യത്തില്ലെന്ന്. അപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ടേ 2 പാത്രം വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കും. എല്ലാത്തിനും ഞാൻ ഈ ചീനച്ചട്ടിയൊക്കെ ഇല്ലേ എടുക്കുന്നത്. അപ്പം ഞാനത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ, ഒന്ന് പോയി ഓൺലൈനിൽ നോക്കിയിട്ടൊന്നും എനിക്കങ്ങോട്ട് ശരിയായില്ല. എന്നാൽ ഒന്ന് പോയി മാർക്കറ്റിൽ പോയി നോക്കാമെന്ന് വെച്ചിട്ട് സമയം കിട്ടുന്നില്ല. 2 പാത്രങ്ങൾ വാങ്ങിക്കണമെന്നും പറഞ്ഞിരിക്കുമോ കേട്ടോ. മായ കുറ്റം പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ സ്പ്രൗട്ട് ഉണ്ടല്ലോ ഇവിടെ ഈ പോളിന് ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ ചപ്പാത്തിക്കാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. കൂടുതലും ഇത് ചോറിന് കഴിക്കുന്നതിനേക്കായി ചപ്പാത്തി കഴിക്കുന്നതും ഇഷ്ടം. ഇപ്പം ഞാനിങ്ങനെ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതായത് കൊണ്ട് ഇത് നല്ലതുമല്ലേ സ്പ്രൗട്ടൊക്കെ കഴിക്കുന്നത്. ഇത് സാലഡായിട്ട് കഴിക്കാനും ഇച്ചിരി സവാളയും ടൊമാറ്റോയൊക്കെ ആയാലും ഇച്ചിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അങ്ങനെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെന്തുവാണോ കഴിഞ്ഞ ദിവസം റീച്ചാൻ ബിഗ് ബാസ്ക്കറ്റിലെങ്ങാണ്ട് സാധനം വാങ്ങിച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഈ സാധനം ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടെ 1 രൂപ 2 രൂപയ്ക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കിട്ടുമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ അകത്ത് പാസ്ത മസാലയെന്നോ പാസ്ത എങ്ങാണ്ട് പറഞ്ഞ് ഒരു പാക്കറ്റ് കിട്ടി 2 രൂപയ്ക്ക്. അപ്പോൾ റീച്ചാൻ വന്ന ഉടനെ അത് പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞ്. അന്നേരം ഇവരെല്ലാം ചിന്തിച്ചത് ഒന്നീ പാസ്ത റെഡിമെയ്ഡ് ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ എന്തുവാ പാസ്ത ആയിരിക്കും. നോക്കിയപ്പോഴെന്തുവാ 10 പാക്കറ്റ് പാസ്തയുടെ മസാല. അപ്പം ഞാനത് ഇന്നത്തെ ഇതിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് ഇട്ടു. പക്ഷെ ഒന്നും അറിയാനൊന്നും ഇല്ലായിരുന്നു ടേസ്റ്റ്. അതുകൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതങ്ങ് കുരിപ്പിച്ച് വെക്കും. അവന് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട്, ഇതൊക്കെ നല്ലതായതുകൊണ്ട് നമ്മളതങ്ങ് അവരെ അങ്ങ് തീറ്റിക്കുന്നത്. അല്ലാതെ ചില പച്ചക്കറികളൊക്കെ ഇപ്പോൾ സാമ്പാറിൻ്റെ അകത്ത് ശരിക്കും ക്യാരറ്റോ അതങ്ങാനും കിടന്നാലൊന്നൊക്കെ ഇവർ മാറ്റി വെക്കും. അപ്പോൾ ഇത് കഴിക്കുന്നതാവുമ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കുരിപ്പിച്ച് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയ ചപ്പാത്തിക്കും എനിക്ക് പെട്ടെന്നങ്ങ് ഉണ്ടാക്കാം, കൂട്ടാൻ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇങ്ങനെല്ലാം ടൊമാറ്റോയൊക്കെ ഇട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടച്ചിട്ട് കൊടുത്തത്. ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അന്നൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനതങ്ങ് അടച്ച് വെക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അത് വെന്ത് വന്നു. അപ്പോൾ അതിലിച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതവിടെ ഓഫാക്കിയിടാം. അന്നേരം ബീഫ് അച്ചാർ ഇടാൻ നേരം ഇച്ചിരി വീട്ടിലത്തേക്കിനൂടെ ബീഫ് വാങ്ങിച്ചായിരുന്നു. ഞാൻ പോയില്ലായിരുന്നു, റീച്ചാനാണ് പോയത്. അപ്പം പോയ ഉടനെ റീച്ചാൻ്റെ അടുത്ത് പറഞ്ഞ് ഇവർക്കൊന്നും ഒരു ഇച്ചിരി പോലും ഫാറ്റുള്ളത് ഇഷ്ടമല്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ വീട്ടിലത്തെ കറിക്ക് ആവശ്യത്തിന് വാങ്ങിച്ചത് അച്ചാറിനുള്ളത് അവരുടെ അടുത്ത് നമ്മൾ തലേന്നേ പറയുമ്പോൾ അവരൊട്ടും നെയ്യില്ലാത്തത് മാറ്റി വയ്ക്കും. അപ്പം വീട്ടിലത്തേക്കിനാകുമ്പോൾ ഒരു ഇച്ചിരി നെയ്യിട്ടാലും കുഴപ്പമില്ലെന്നുള്ളതിൽ ഞാൻ ചെല്ലുമ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവർക്ക് ഇഷ്ടേയല്ല. ഞാൻ ഇല്ലായിരുന്നല്ലേ, അപ്പം അവരിച്ചിരി നെയ്യിട്ടിട്ട് റീച്ചാൽ മതി വേണ്ടാതെങ്കിൽ എടുത്തേക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു മേഡത്തിന് ഇഷ്ടമാണ് കിടക്കട്ടെ എന്ന്. പക്ഷേ ഇതിൽ ഇച്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പേരും പറഞ്ഞവർ ഇച്ചിരി കൂടുതൽ നെയ്യുണ്ടായിരുന്നത്. ഇവർക്കൊന്നും അങ്ങനെ വേവുന്നുടനെ ഇങ്ങനെ സോഫ്റ്റായിട്ട് വളവള ഇരിക്കുന്നത് പോളൊന്നും ഇഷ്ടേയല്ല. എനിക്കത് പക്ഷേ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ അകത്ത് ബീഫ് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഇഞ്ചി ചതച്ചതുകൂടി ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ച്, വെള്ളമൊന്നും ഒഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 4-5 സവാള, ഇഞ്ചി, ഒരു വലിയ 2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് തേങ്ങ കഴുകുന്നതുണ്ടല്ലേ അതും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കിലോ ബീഫായിരുന്നു. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ ബീഫ് കുക്കറിൽ വേവിക്കാൻ നേരം ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടായിരുന്നു. 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടാണ് വേവിക്കാൻ വെച്ചത്. അപ്പോൾ ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഞാൻ ഇച്ചിരി തീ കൂട്ടി തന്നെ ഹൈ ഫ്ലെയിമിൽ അതിൻ്റെ മസാലയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത്, എന്നിട്ട് അത് നന്നായിട്ട് കുറച്ച് നേരം മൂപ്പിച്ച് അതിൻ്റെ ആ പച്ചമണം പോകുന്നിടം വരെ ഞാൻ ആ സ്പൂണൊന്ന് മണപ്പിച്ച് നോക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ആ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മസാലയെല്ലാം. ഇവിടെ എനിക്ക് മാത്രമേ ഉള്ള വളവള പ്രൈസിനും തിന്നും കേട്ടോ. എൻ്റെ ചില സ്വഭാവങ്ങളെല്ലാം പ്രൈസിന് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഇവിടെ റീച്ചാനോട്ടെ അവരൊക്കെ ഞാൻ ഇത് ബീഫ് ഇങ്ങനെ തപ്പി നോക്കും അതിൻ്റെ അകത്ത് ഫാറ്റിൻ്റെ അത് ഇച്ചിരി ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ടേ അവരുടെ പ്ലേറ്റിൻ്റെ അകത്ത് മൊത്തം അത് കാണും. നേരത്തേക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടുന്ന തേങ്ങക്കൊത്ത് 2 പിള്ളേരും കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ കഴിക്കും. ഞാൻ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് വെന്തിട്ടുണ്ട് ബീഫ്. ഇവിടെ ഇവർക്കൊക്കെ നന്നായി വേവിക്കണം.
ഇവർക്ക് നേരത്തെ ഇവിടെ പിള്ളേർക്ക് ബീഫ് അത്ര ഇഷ്ടമല്ല, അവർക്ക് ചിക്കനാണ് ഇഷ്ടം. ഇവിടെ റേച്ചാനും എനിക്കുമൊക്കെ ബീഫാണ് ഇഷ്ടം. അപ്പോൾ അവർ പറയുന്നത് അവരുടെ പല്ലിൽ കൊള്ളുമെന്നാണ് പറയുന്നത്. ഞാനാണെങ്കിൽ ചവയ്ക്കാനൊക്കെ അവർക്ക് പറയാം ചുമ്മാതെ. അപ്പോൾ ഞാനതുകൊണ്ട് നിങ്ങൾ നന്നായി വേവിക്കും. ഇപ്പോൾ ഇത് വെന്തതാ ഞാൻ എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വരുത്തിയിട്ട് പിന്നെ ഞാൻ തീ ഏറ്റവും കുറച്ചിട്ട് അവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഇട്ടിരുന്നു. അപ്പോൾ അത് നന്നായി വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരും. അപ്പോൾ ഞാനൊരു വിസിൽ വന്നതിന് ശേഷം ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് ഇട്ടിരുന്നു. എന്നിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയി താണ്ട് ഇപ്പം തുറന്നുണ്ടേ കണ്ടില്ലേ മുകളിൽ ഇങ്ങനെ അതിൻ്റെ ഓയിലും നെയ്യെല്ലാം ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞെവിടുന്നത് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് കടുക് കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. തണുക്കുമ്പോൾ കുറേയും കൂടെ അങ്ങ് ഇത്തിരിയും കൂടെ കറി അങ്ങ് ഇതായിക്കോളും. പിന്നെ ഞാൻ ഒരു തോരൻ വെക്കുന്നുണ്ട്. തോരൻ വെക്കാനായിട്ട് കാബേജും ക്യാരറ്റൂടാണ് അരിഞ്ഞത്. അപ്പം നോക്കിയുണ്ട് ഞാനന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 10-12 കോവയ്ക്ക, അതും പിന്നെ കളയണ്ടെന്ന് പറഞ്ഞാൽ അതുകൂടെ അരിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ അരിഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് ഉയിലൊഴിച്ച് കടുക് ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് സവാള ഇട്ടൊന്നുമായിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക, ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് പോലെ. അങ്ങനെ ഞാൻ ധൃതി വെച്ച് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നതിനെ കാണാം എനിക്കൊരു ഫോൺ കോൾ വന്നോണ്ട് ചെന്ന് പിന്നെ എന്തുവാ ഞാൻ നേരത്തെ ഇങ്ങനെ ഊണുണ്ടാക്കി കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഊണ് ഇങ്ങനെ ബീഫ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ കിലോ കണക്കിന് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. അവർക്ക് വൈകുന്നേരം ആകുമ്പം 1 കിലോ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അപ്പം ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് പറ, നിങ്ങൾ തന്നെ പറ. അപ്പം ഞാൻ പറഞ്ഞു ഒക്കത്തില്ല, ഒരു ദിവസം മുമ്പിട്ടേലും പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ചെയ്തു തരാം. ഞാനിപ്പോൾ ഇത്രയും നിന്ന് ധൃതിയിൽ ചെയ്തിട്ട് ഞാൻ ചിക്കനൊക്കെ അഥവാ നമ്മൾ ഓർഡർ ചെയ്ത് ചിക്കൻ വന്നാൽ തന്നെ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ഉണ്ടാക്കി കൊടുക്കാക്കത്തില്ല. ഞാൻ പറഞ്ഞു നേരത്തെ ഇന്നലെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തോരനൊക്കെ ഞാനൊന്ന് എല്ലാം ഒതുക്കി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോരുകറി വെക്കാനായിട്ട് ഞാൻ ഇന്ന് ചട്ടിയിലാണ് മോരുകറി വെക്കുന്നത്. അപ്പം തൈരൊക്കെ ഞാനൊന്ന് ഉടച്ചെടുത്ത് നമ്മൾ ഈ എത്രയൊക്കെയാണെങ്കിലും നമ്മൾ അല്ലാത്ത പാത്രത്തിൽ വെക്കുന്നതും ചട്ടി വെക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരിയും തൈരേ ഉള്ളായിരുന്നു, അതുകൊണ്ട് കുഞ്ഞനൊരു ചട്ടിയായത്. അപ്പോൾ ഞാൻ കടുകൊക്കെ വറുത്ത് ഇത്തിരി വറ്റൽമുളക് ഇന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. ഞാനിങ്ങനെ ഇതിന് അമ്മ പറഞ്ഞ് തന്നിട്ടുള്ള ഓട്ടമോരെന്നാണ്. പിന്നെ ഈ തേങ്ങ അരച്ച് വെക്കുന്ന മോരുകറി അതെനിക്കിഷ്ടം. പക്ഷേ ഈ ഓട്ടമോര് എനിക്ക് അങ്ങോട്ട് അത്ര താല്പര്യമില്ല. ഞാൻ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അതേവാ വല്ല വിരുന്നുകാരോ അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ ഞാൻ തേങ്ങ അരച്ച് മോരുകറി വെക്കാറുള്ളൂ. നമ്മൾ ഈ ബീഫ് കടലക്കറി ഇതൊക്കെ വെക്കുമ്പോഴേ കുക്കറിലിട്ടിട്ട് ടപ്പേന്നങ്ങ് വിസിലടിക്കാതെ ഒരു 2 വിസിൽ വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിട്ട് 2 വിസിൽ വന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ചെറിയ തീയിൽ കിടന്നത് വിസിൽ വന്ന് വേവുമ്പോഴാണ് അത് നന്നായി വെന്ത് മസാലയൊക്കെ അതിൽ പിടിക്കുന്നത്. ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ കുക്കറിൽ ഇങ്ങനെ വെക്കാറില്ല. ഞാൻ കുക്കറിൽ വേവിച്ച് മസാല എല്ലാം പുരട്ടിയിട്ട് പിന്നെ ഞാൻ ചീനച്ചട്ടിയിലിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇന്ന് ഇങ്ങനെ ചെയ്തോണ്ടേ കുറേയും കൂടെ പിള്ളേർക്ക് അത് നന്നായിട്ട് ഇല്ല പ്രഷറൊന്നും വെളിയിൽ പോകാതെ ഇങ്ങനെ ചെറിയ തീയിൽ കിടന്നുകൊണ്ടേ അത് നന്നായി വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടി. അപ്പോൾ ഇതുകൂടെ ആകുമ്പം നമ്മളുടെ ലഞ്ച് റെഡി. അപ്പം ഞാൻ തോരനൊക്കെ റെഡി ആയായിരുന്നു, അതൊക്കെ അവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇതുകൂടി ഇനി ആയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ ഇട്ടായിരുന്നു, ഇനി തുണി വിരിക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.